ഭൂതത്താൻകെട്ടിലെ ഈ ചിത്രീകരണത്തിൽ ചില ചട്ടലംഘനങ്ങൾ ഉണ്ടോ എന്നത് പരിശോധിക്കുന്നു നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ. ബിനിൽ നേരത്തെ ആ വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുകയായിരുന്നു. 4 ദിവസത്തെ ചിത്രീകരണ അനുമതി ആണ് മലയാറ്റൂർ DFO നൽകിയത്. ആനകളെ സിനിമയിൽ ഉപയോഗിക്കാൻ ആനിമൽ വെൽഫെയർ ബോർഡിന്റെ അനുമതി വേണം. ഇത് വാങ്ങിയിട്ടുണ്ട് എന്നാണ് സിനിമാ നിർമ്മാതാക്കൾ വനം വകുപ്പിനെ അറിയിച്ചത്. കൂടുതൽ വിവരങ്ങൾ ബിനിൽ തന്നെ നൽകും. ബിനിൽ, നമ്മൾ നേരത്തെ സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നല്ലോ ഇതേപ്പറ്റി. അപ്പോഴാണ് വകുപ്പ് മന്ത്രിയുടേതായിട്ട് ഒരു പ്രതികരണം നമുക്ക് ലഭ്യമായത്. വകുപ്പ് മന്ത്രി പറഞ്ഞ ഒരു കാര്യമുണ്ട്, സിനിമാ ചിത്രീകരണത്തിൽ വളരെ ലിബറലായ സമീപനമാണ് സ്വീകരിക്കുന്നത് എന്നൊരു കാര്യം സൂചിപ്പിച്ചിട്ടുണ്ട്. ഈ ലിബറൽ എന്ന് പറയുമ്പോൾ അത് ഏത് പരിധിവരെ പോകും? ഈ വകുപ്പിന്റെ ഭാഗത്തു നിന്ന് ഒരു അനുമതി എടുക്കാതിരിക്കുന്നത് വരെ പോകാൻ സാധ്യതയുണ്ടോ? കാരണം നമ്മൾ നേരത്തെ പറഞ്ഞുകൊണ്ടിരുന്നത് എന്തെങ്കിലും ഒരു പ്രശ്നം സംഭവിക്കുമ്പോഴാണ് അനുമതിയുണ്ടോ, അത് സാധുവായിരുന്നോ തുടങ്ങിയ കാര്യങ്ങളിലേക്ക് കടക്കുന്നത്. മോത്തി, അത് തന്നെയാണ് പ്രശ്നം. ഇപ്പോൾ നമ്മൾ വനമന്ത്രി AK ശശീന്ദ്രന്റെ പ്രതികരണം കേട്ടു. അദ്ദേഹം പറഞ്ഞത് ഈ സിനിമാ ചിത്രീകരണത്തിന് കുറച്ച് ലിബറൽ ആയിട്ടുള്ള ഒരു സമീപനമൊക്കെ എടുക്കാറുണ്ട്. അതുകൊണ്ട് തന്നെ ഇക്കാര്യത്തിൽ ചട്ടപ്രകാരമുള്ള കാര്യങ്ങളൊക്കെ തന്നെ സ്വീകരിച്ചിട്ടുണ്ടോ, മുൻകരുതലുകൾ എടുത്തിട്ടുണ്ടോ എന്നത് പരിശോധിക്കാൻ CCFനെ ചുമതലപ്പെടുത്തിയെന്നതാണ്. എന്തായാലും CCF അന്വേഷണം തുടങ്ങിയിട്ടുണ്ട്. ഇതിൽ DFIയോട് റിപ്പോർട്ട് തേടും. അതോടൊപ്പം തന്നെ ആ സംഭവ സ്ഥലത്തെത്തി അവിടെ നിന്ന് വനപാലകരുടെ അടക്കം നേരിട്ട് മൊഴിയെടുക്കുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിരിക്കുന്നത്. കാരണം ഈ ആനയെ കാണാതെ ആന കാട്ടിലേക്ക് ഓടിക്കേറിയ സ്ഥലം എന്ന് പറയുന്നത് ഭൂതത്താൻകെട്ട് ഡാമിൽ നിന്ന് നമ്മൾ വടാട്ടുപാറയിലേക്ക് പോകുന്ന വനപാതയിലാണ്. ഈ വടാട്ടുപാറ എന്ന് പറയുന്ന സ്ഥലം നിരവധി ആളുകൾ താമസിക്കുന്ന സ്ഥലമാണ്. അങ്ങോട്ട് സ്വകാര്യ ബസ് സർവീസുകളൊക്കെ ഉള്ള സ്ഥലമാണ്. പക്ഷേ ഈ തുണ്ടം റേഞ്ച് ഓഫീസ് മുതൽ വടാട്ടുപാറ വരെയുള്ള ഭാഗം എന്ന് പറഞ്ഞാൽ റിസർവ് ഫോറസ്റ്റ് ആണ്. അവിടെ മറ്റ് തരത്തിലുള്ള നിർമ്മാണ പ്രവർത്തികളോ മറ്റൊന്നും തന്നെ ഉണ്ടാകാൻ പാടില്ലാത്ത സ്ഥലമാണ്. കർശനമായ നിയന്ത്രണങ്ങളുള്ള സ്ഥലമാണ്. അതുകൊണ്ട് തന്നെ അവിടെ സിനിമാ ചിത്രീകരണം നടന്നത് എങ്ങനെ എന്നത് കൂടുതൽ പരിശോധിക്കേണ്ടിയിരിക്കുന്നു. അതിന് കൃത്യമായ മാനദണ്ഡങ്ങളൊക്കെ തന്നെ പാലിച്ചിട്ടുണ്ടോ എന്നത് കണ്ടെത്തേണ്ടിയിരിക്കുന്നു. ഇവിടെ ഈ ആനകളെ കാട്ടാനകൾ എന്ന രീതിയിലാണ് ഈ സിനിമയിൽ അവതരിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ആനകൾക്ക് ചങ്ങലകളൊന്നും ഉണ്ടായിരുന്നില്ല. അതെല്ലാം അഴിച്ചു മാറ്റിയാണ് ഈ നാട്ടാനകളെ അവിടെ നിർത്തിയിരുന്നത്. അവർ പാപ്പാന്മാർ പറയുന്നത് അനുസരിക്കുമെന്ന രീതിയിൽ നിർത്തിയിരിക്കുകയായിരുന്നു. അതിനിടയിലാണ് ഈ പുതുപ്പള്ളി സാധുവിനെ ഒപ്പമുണ്ടായിരുന്ന മറ്റൊരു നാട്ടാന കുത്തുന്നത്. അതോടുകൂടിയാണ് പുതുപ്പള്ളി സാധു കാട്ടിലേക്ക് ഓടിക്കയറുന്നത്. ഇപ്പോൾ അവിടെ വ്യാപകമായ തെരച്ചിൽ നടക്കുകയാണ്. നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമെന്നത് കാട് മലയാറ്റൂർ ഫോറസ്റ്റ് ഡിവിഷൻ എന്ന് പറയുന്നത് സംസ്ഥാനത്ത് തന്നെ ഏറ്റവും അധികം കാട്ടാനകളുള്ള ഒരു സ്ഥലമാണ്. വലിയ ആനക്കൂട്ടങ്ങളുള്ള സ്ഥലമാണ്. നേരത്തെ ഈ ആന വേട്ട നടന്നിട്ടുള്ള ഒരു സ്ഥലമാണ്. അതായത് അത്രയധികം കൊമ്പന്മാരുള്ള ഒരു സ്ഥലം കൂടിയാണ് മലയാറ്റൂർ വനമേഖല എന്നത്. ഈ ആന കാട്ടാനകളുടെ അടുത്തേക്ക് ചെന്ന് കഴിഞ്ഞാൽ അവിടെ നിന്ന് തിരിച്ചൊരാക്രമണം ഉണ്ടാകാനുള്ള സാധ്യത വരെയുണ്ട്. കാരണം കാട്ടാനകൾ ഈ ആനയെ അവരുടെ കൂട്ടത്തിലേക്ക് അടുപ്പിക്കില്ല. അതുകൊണ്ട് തന്നെ ഈ കാട്ടാനക്കൂട്ടത്തിൻ്റെ ഭാഗത്തേക്ക് പുതുപ്പള്ളി സാധു ചെന്ന് കഴിഞ്ഞാൽ എന്തായിരിക്കും പ്രതികരണം എന്നതൊക്കെയുള്ളതൊരു വലിയ പ്രശ്നമായി വനംവകുപ്പിന് മുന്നിലുണ്ട്. അതുകൊണ്ടാണ് വനംവകുപ്പ് വ്യാപകമായ ഒരു തെരച്ചിലിലേക്ക് ഇപ്പോൾ പോയിരിക്കുന്നത്. ഈ മേഖലയിൽ അധികം ദൂരത്തിലേക്ക് പോയിട്ടില്ല എന്നാണ് നമ്മൾ അല്പം മുമ്പ് ഉണ്ടായിരുന്നോ, അതീവ ദുർബലമായ വനമേഖലയിൽ ഇത്തരത്തിൽ ചിത്രീകരണത്തിന് അനുമതി ലഭിച്ചോ തുടങ്ങിയ കാര്യങ്ങൾ ഇപ്പോൾ അന്വേഷിക്കുന്ന മറ്റൊന്നിനുമല്ല. അങ്ങനെ അനുമതി തേടിയിട്ടുണ്ട് എങ്കിൽ നമ്മുടെ വകുപ്പിന്റെ ഭാഗം ക്ലിയർ ആയല്ലോ. പിന്നെ അങ്ങോട്ട് നമുക്ക് പഴി ചാരാൻ ഒരാളായി, അത് സിനിമാ ചിത്രീകരണവുമായി ബന്ധപ്പെട്ടവരാണ്, നിങ്ങൾ നോക്കണമായിരുന്നു എന്ന് ഇനി ധൈര്യമായിട്ട് പറയാമല്ലോ. നമ്മുടെയൊക്കെ കാര്യത്തിൽ അങ്ങനെയാണല്ലോ സംഭവിക്കുന്നത്. പഴി ചാരാൻ ആരെങ്കിലും ഒരാൾ ഉണ്ടാവണമെന്നുള്ളതാണ്. ബിനിൽ കേൾക്കുന്നില്ല എന്ന് തോന്നുന്നു. ബിനിൽ, ഞാൻ ഒരിക്കൽ കൂടി ആവർത്തിക്കുകയാണ്. അതായത് നമ്മൾ ഒരു സംഭവം നടക്കുമ്പോൾ, ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ പലപ്പോഴും പഴി ചാരാനായി മാത്രം സ്വന്തം ഭാഗം ക്ലിയർ ചെയ്യുന്നൊരു രീതിയുണ്ട്. വകുപ്പിന്റെ ഭാഗത്തു നിന്നും അത്തരത്തിലൊരു ശ്രമമാണ് ഇപ്പം നടക്കുന്നതെന്ന് വേണം മനസ്സിലാക്കാൻ. അതായത് അനുമതി തേടിയിട്ടുണ്ടോ എന്നത് ഇപ്പോൾ ഈ അവസാന നിമിഷം ആനിമൽ വെൽഫെയർ ബോർഡ് പരിശോധിക്കുകയാണ്. അങ്ങനെയെങ്കിൽ ഇനിയുള്ളത് പഴിചാരാൻ എതിർഭാഗത്ത് വന്നുപെടുന്ന, അല്ലെങ്കിൽ എതിർഭാഗത്ത് പഴി ഏറ്റുവാങ്ങേണ്ടി വരുന്ന ഒരു കൂട്ടര് ഈ സിനിമാ ചിത്രീകരണക്കാരാണ്. സ്വാഭാവികമായും ഇത് വനമേഖല ആയതുകൊണ്ട് തന്നെ അവിടെ ചിത്രീകരണം നടത്തുമ്പോൾ ഈ DFO ഇപ്പോൾ ഈ അനുമതി നൽകിയ DFO ആണെങ്കിലും വനംവകുപ്പ് ഉദ്യോഗസ്ഥരാണെങ്കിലും
ആ ചട്ടപ്രകാരമുള്ള എല്ലാ കാര്യങ്ങളും പൂർത്തീകരിച്ച് തന്നെയാണോ ഈ സിനിമാ ചിത്രീകരണത്തിനായി ഈ ആനകളുമായി എത്തുന്നതെന്നത് അന്വേഷിക്കേണ്ട ഒരു വിഷയം തന്നെയാണ്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം നമ്മൾ കഴിഞ്ഞ തവണ പറഞ്ഞതാണ്, അതായത് മൃഗങ്ങളോടുള്ള ക്രൂരത ഈ സിനിമയുടെ ചിത്രീകരണത്തിന്റെ ഭാഗമായി ഉണ്ടായിട്ടില്ല എന്ന കാര്യം ഓരോ സിനിമകളിലും ഇപ്പോൾ നമ്മൾ കാണിക്കുന്നത്, ആ സ്ക്രീനിൽ കാണിക്കുന്നത് നമുക്ക് മുന്നിലുണ്ട്. കാരണം അത്രയും ശക്തമായ നിയമങ്ങളുള്ള സമയമാണിത്. അതുകൊണ്ട് തന്നെ ഈ ആനയെ അവിടെ എത്തിച്ചത്, ആനയ്ക്ക് നേരിട്ട ദുരനുഭവം, ഇതെല്ലാം തന്നെ ഒരു പ്രധാനപ്പെട്ട ചോദ്യചിഹ്നമായി മാറും. അങ്ങനെ വന്നാൽ അതിൽ ആരൊക്കെ നടപടി നേരിടേണ്ടി വരും എന്നതാണ് ഇനി അറിയാനുള്ളത്. ഇനി ആനിമൽ വെൽഫെയർ ബോർഡ് ഈ ഇത്തരത്തിൽ ആനകളെ ഈ സിനിമയിൽ ചിത്രീകരണത്തിന് അനുമതി നൽകുമ്പോൾ അതിനും ചില മാനദണ്ഡങ്ങളൊക്കെ തന്നെ പറയുന്നുണ്ട്. അത്തരത്തിലുള്ള മാനദണ്ഡ പ്രകാരമുള്ള അനുമതി നൽകാൻ കഴിയുന്ന ആന തന്നെയാണോ ഈ പുതുപ്പള്ളി സാധു എന്നതും പരിശോധിക്കപ്പെടേണ്ടതുണ്ട്. നമുക്ക് മനസ്സിലാകുന്നത്, കഴിഞ്ഞ ദിവസം കോതമംഗലത്തൊരു പരിപാടി ഉണ്ടായിരുന്നു. അവിടെ നിന്നാണ് പുതുപ്പള്ളി സാധുവിനെ നേരെ ഈ സിനിമ ഷൂട്ടിംഗ് ലൊക്കേഷനിലേക്ക് എത്തിച്ചതെന്നതാണ്. അങ്ങനെ ഒരു ഏതെങ്കിലും ഒരു നാട്ടാനയെ കണ്ടെത്തി പെട്ടെന്ന് സിനിമാ ലൊക്കേഷനിലേക്ക് എത്തിക്കാൻ കഴിയുന്ന രീതിയിലേക്ക് ഉള്ളതാണോ ഇവിടുത്തെ മാനദണ്ഡങ്ങൾ എന്നൊക്കെ ഉള്ളത് പരിശോധിക്കപ്പെടേണ്ടതാണ്. നമ്മൾ മനസ്സിലാക്കുന്ന അനുസരിച്ചാണ് എങ്കിൽ കൃത്യമായും ഈ ഇത്തരത്തിൽ ചിത്രീകരണത്തിന് ഉപയോഗിക്കുന്ന ആനകൾക്ക് പ്രത്യേക സർട്ടിഫിക്കറ്റുകൾ അടക്കം വേണ്ടി വരും. ഒരു മാറ്റമുണ്ട്. അതായത് ഈ ചിത്രീകരണത്തിൽ ചട്ടലംഘനം ഉണ്ടോ എന്നത് പരിശോധിക്കുമെന്ന് പറയുമ്പോൾ തന്നെ ആനിമൽ വെൽഫെയർ ബോർഡിന്റെ അനുമതി കിട്ടിയിട്ടുണ്ട്. 4 ദിവസത്തേക്കുള്ള അനുമതിയാണ് കിട്ടിയതെന്നാണ് പറയുന്നത്. DFO ആണ് അവിടെ 4 ദിവസത്തേക്ക് ഷൂട്ടിങ്ങിന് അനുമതി നൽകിയിരിക്കുന്നത്. DFOയോട് സംസാരിക്കുമ്പോൾ പറയുന്നത്, ആനിമൽ വെൽഫെയർ ബോർഡിന്റെ അനുമതി ഈ ആനകളെ ഈ ചിത്രീകരണത്തിൽ പങ്കെടുപ്പിക്കാനായി നിർമ്മാതാക്കൾക്കുണ്ട് എന്നാണ് അവർ അറിയിച്ചിരിക്കുന്നത് എന്നതാണ്. 4 ദിവസത്തെ അനുമതിക്കായി 1 ലക്ഷം രൂപ ഫീസായി വനംവകുപ്പ് വാങ്ങുകയും ചെയ്തിട്ടുണ്ട്. ഒരു ദിവസം ഈ കാട്ടിൽ സിനിമാ ചിത്രീകരണത്തിന് 25,000 രൂപയാണ് ഇപ്പോഴത്തെ ഫീസ്. അതനുസരിച്ച് 1 ലക്ഷം രൂപ അവിടെ നിന്ന് ഈ സിനിമാ നിർമ്മാതാക്കളിൽ നിന്ന് വാങ്ങുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ നമ്മൾ മനസ്സിലാക്കുന്നത്, ഇന്നലെ വൈകിട്ട് 4:30 ആന കാട്ടിലേക്ക് ഓടിപ്പോകുന്നത്. ആ സമയത്ത് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ അവിടെ ഉണ്ടായിരുന്നില്ല എന്നൊരു വിവരം പുറത്തേക്ക് വരുന്നുണ്ട്. അത് എത്രമാത്രം ശരിയാണ് എന്നത് ഇനി അന്വേഷണത്തിൽ നമുക്ക് സ്ഥിരീകരിച്ച ശേഷം അത്തരം വാർത്തകൾ നൽകാൻ കഴിയുമെന്ന് കരുതാം. ബിനിലേക്ക് ഞാൻ വരാം.